ഹായ് മക്കളെ, വെൽക്കം 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 ബാക്ക് ടു സാലം ലേണിംഗ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എക്സാം ആയ മലയാളം ഫസ്റ്റ്, അതായത് നമ്മുടെ കേരള പാഠാവലിക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നമുക്കറിയാം അല്ലെ, നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. കുറച്ച് പേരെന്താണ്, ഉള്ള പൈസയൊക്കെ വെച്ചിട്ട് സാധാരണക്കാരെ പോലെ ജീവിക്കുന്നു. കുറച്ച് ആൾക്കാർ എന്താണ്, നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും അതൊന്നും ഉപയോഗിക്കാതെ പിശുക്കന്മാരായിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റൂലേ. അതായത് മനുഷ്യന്മാരായിട്ടൊന്നും ജീവിക്കാതെ കിട്ടുന്ന പൈസ എല്ലാം ഇങ്ങനെ പിശുക്കി 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 വെച്ചിട്ട് അവസാനം അതുകൊണ്ടൊരു ഉപയോഗവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് അവർ പിന്നീട് അത് മാറുന്നത്. ഇത്തരത്തില് ഒരു പിശുക്കനെ പറ്റിയും ആ പിശുക്കന് പിന്നീട് പണം നഷ്ടപ്പെടുമ്പോഴുണ്ടാവുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവത്തിനെ പറ്റിയും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ചെറിയ ഒരു ഭാഗമാണ് നമ്മുടെ കാസിമിന്റെ ചെരുപ്പ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഭാഗം. ഒരു അറബി കഥയിൽ നിന്നാണ്. ആ ഒരു പാഠത്തിലെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ചെരുപ്പുകൾ കാരണം കാസിമിന് ഒരുപാട് വിപത്തുകൾ വന്നുകൂടി. എല്ലാം സഹിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ഒടുവിൽ ന്യായാധിപന് മുന്നിൽ ചെരുപ്പുകൾ സമർപ്പിച്ച് ഓടി രക്ഷപ്പെട്ടു. ഏറെ നാളുകൾക്ക് ശേഷം കാസിം ന്യായാധിപന് ഒരു കത്ത് എഴുതുകയുണ്ടായി. കാസിം എഴുതിയ കത്ത് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയായിരുന്നു നമ്മുടെ ആ ഒരു കാസിം എന്നായിരുന്നു നമ്മുടെ ആ ഒരു പിശുക്കന്റെ പേര്. അദ്ദേഹത്തിന് എന്തായിരുന്നു, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ചെരുപ്പ് മേടിക്കാനുള്ള പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അദ്ദേഹം മേടിച്ചിരുന്നില്ല. പക്ഷേ ഒരു ദിവസം എന്താണ്, അദ്ദേഹത്തിന് ന്യായാധിപന്റെ ചെരുപ്പ് ഇങ്ങനെ മാറി കിട്ടിയില്ലേ. അങ്ങനെ ന്യായാധിപന്റെ ചെരുപ്പ് കിട്ടി. അത് ന്യായാധിപൻ മനസ്സിലാക്കി. എന്നിട്ട് എന്ത് സംഭവിച്ചു, ന്യായാധിപൻ ഇദ്ദേഹത്തെ കാരാഗൃഹത്തിൽ അടച്ചു. അതുകൂടാതെ പിഴയും കൊടുത്തു. അങ്ങനെ വീണ്ടും നമ്മുടെ കാസിം തന്റെ പഴയ ആ ഒരു ചെരുപ്പുമായിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു ചെരുപ്പ് ഉപേക്ഷിക്കണമെന്ന ആ ഒരു ആഗ്രഹത്തില് പല രീതി ഫോളോ ചെയ്തു. പക്ഷെ എല്ലാ രീതിയിലും എന്താണ്, കാസിമിന് പണം നഷ്ടപ്പെടുക മാത്രമാണ് ചെയ്തതില്ലേ. നമ്മുടെ നൈൽ നദിയിലേക്ക് എറിഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ മട്ടുപ്പാവിലേക്ക് എറിഞ്ഞു. പക്ഷേ ഒന്നുകൊണ്ടും ഒരു കാര്യവും ഉണ്ടായില്ല. എല്ലാം പിന്നീട് തിരിച്ചെന്താണ്, ഇതുപോലെ ധനനഷ്ടമായിട്ട് നമ്മുടെ കാസിമിനെ പിന്തുടർന്നു. ഏറ്റവും അവസാനം നമ്മുടെ കാസിം എന്താണ് ചെയ്തത്, എനിക്ക് ഈ ചെരുപ്പ് വേണ്ട എന്നും പറഞ്ഞിട്ട് നമ്മുടെ ന്യായാധിപന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോയിട്ട് ഈ ചെരുപ്പ് മൂലമുണ്ടാവുന്ന എന്ത് പ്രശ്നത്തിനും ഞാൻ ഉത്തരവാദിയല്ല എന്ന് അറിയിച്ചു അല്ലേ. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കഥ അവസാനിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്, ഇങ്ങനെ ന്യായാധിപന്റെ മുന്നില് ചെരുപ്പുകൾ സമർപ്പിച്ച് ഓടി രക്ഷപ്പെട്ടതിന് ശേഷം ഏറെ നാളുകൾക്ക് ശേഷം നമ്മുടെ കാസിം ഇതാ ന്യായാധിപൻ ഒരു കത്ത് എഴുതുകയാണ്. ആ കത്തിൽ എന്തൊക്കെയായിരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ടാവുക എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. കത്ത് എഴുതുമ്പോൾ എന്തൊക്കെ വേണം, തീയതിയും സ്ഥലവും വേണം കേട്ടോ. യെസ്, തീയതിയും സ്ഥലവും വേണം. എന്നിട്ട് നമുക്ക് അതിന്റെ ഉള്ളടക്കത്തിലേക്ക് പോകാം. ന്യായാധിപനും ഓക്കെ, താങ്കൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. താങ്കൾ എനിക്ക് ചെയ്ത വലിയ ഉപകാരമാണ് എൻ്റെ കയ്യിൽ നിന്നും ആ ചെരുപ്പ് അവിടെ നിക്ഷേപിക്കാൻ സഹായിച്ചത്. ഇപ്പോൾ ഞാൻ പട്ടണത്തിൽ ഒരു തുണിക്കച്ചവടം തുടങ്ങി. ആ ചെരുപ്പ് എൻ്റെ അടുത്തു നിന്ന് പോയതോടുകൂടി ഞാൻ രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് ആ ചെരുപ്പ് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? അതായത് ന്യായാധിപനോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് ആ ചെരുപ്പ് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ ഖേദം അറിയിക്കുന്നു എന്ന് സ്നേഹപൂർവ്വം കാസിം. കേട്ടോ, അപ്പൊ കാസിമിന് ഒരു ചെറിയ കുറ്റബോധമൊക്കെ ഉണ്ട്. എങ്കിലും എന്താണ്, ആ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടതിനാണ് നമ്മുടെ കാസിമിന് കുറച്ച് കുറ്റബോധം അല്ലെ. ഇത്രയും ഇഷ്യൂസ് അല്ലെങ്കിൽ ഇത്രയും ധനനഷ്ടം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കാസിം വീണ്ടും എന്താണ്, ഒരു പുതിയ ചെരുപ്പ് പോലും മേടിക്കാതെ ഉള്ള ചെരുപ്പിട്ടിട്ട് പിന്നീടുള്ള ജീവിതം നടന്നു പോയേനെ. പക്ഷേ നമ്മുടെ കാസിം ഇപ്പൊ എന്താ ഒരു അവസ്ഥയിലാണ് എത്തിപ്പെട്ടത്, നമ്മുടെ ആ ഒരു ചെരുപ്പ് നമ്മുടെ ന്യായാധിപന്റെ മുന്നിൽ കൊണ്ടുവെക്കുകയും പിന്നീട് ആ ഒരു ഇഷ്യൂസിൽ നിന്നും ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് ഇപ്പൊ ഒരു തുണിക്കച്ചവടം തുടങ്ങി സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു എന്നാണ് നമുക്ക് ആ ഒരു കത്തിൽ നിന്ന് മനസ്സിലായത്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരു കത്ത് എഴുതാൻ വന്ന കൂട്ടുകാരെ ഡെഫിനറ്റ് ആയിട്ട് എഴുതണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഇതാണേ, കാസിമിന്റെ ചെരുപ്പ് മിൽചക്രത്തിൽ കുടുങ്ങിയ സംഭവം ഒരു പത്രവാർത്തയുടെ രൂപത്തിൽ മാറ്റി എഴുതുക. നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, നമ്മുടെ കാസിം ആ ഒരു ചെരുപ്പ് ഉപേക്ഷിക്കാൻ വേണ്ടി പല മാർഗങ്ങളും നോക്കി, നദിയിലേക്കൊക്കെ എറിഞ്ഞു. പക്ഷെ നദിയിലേക്ക് എറിഞ്ഞ സമയത്ത് ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു ഒഴുക്ക് മൂലം പ്രവർത്തിക്കുന്ന ആ ഒരു യന്ത്രമൊക്കെ എന്തായി, കേട് സംഭവിച്ചു. അതിന്റെ ഫലമായിട്ടും എന്താണ്, നമുക്ക് ആ ഒരു കാസിമിന് ധനം നഷ്ടമായി, പണം നഷ്ടമായില്ലേ. അപ്പൊ ആ ഒരു ന്യൂസ്, ആ ഒരു പത്രവാർത്ത എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹെഡിങ് എന്താണ്, ചെരുപ്പ് മില്ലിനെ നിശ്ചലമാക്കി. കെയ്റെ സ്ഥലം കേട്ടോ. കാസിം എന്ന മുറിവൈദ്യൻ നദിയിൽ വലിച്ചെറിഞ്ഞ ചെരുപ്പ് മില്ലിനെ നിശ്ചലമാക്കി. ഇന്നലെയായിരുന്നു സംഭവം. ചെരുപ്പ് നഷ്ടമുണ്ടാക്കിയത് കൊണ്ടാണ് താൻ അത് ഉപേക്ഷിച്ചതെന്നാണ് കാസിം പറയുന്നത്. കാസിം
കരുതിക്കൂട്ടി തന്റെ മില്ലിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയെന്നാണ് മില്ലുടമയായ റഹീം നൽകിയ പരാതി. ന്യായാധിപൻ നൽകിയ പരാതിയെ തുടർന്ന് പിഴയെടുക്കാൻ കോടതി നിർദ്ദേശിച്ചു. കണ്ടോ? അപ്പൊ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ഒരു കത്ത് എഴുതാനും അതുപോലെ തന്നെ ഒരു പത്രവാർത്ത തയ്യാറാക്കാനും നമ്മൾ പഠിച്ചു കേട്ടോ. ഈ ഒരു ക്ലാസ്, ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ദിവസം കാണാം. അതുവരെ ടാറ്റാ.